ഏത് ദിവസമാണ് നമ്മൾ ബഷീർ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂലൈ 5. ബഷീറിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരം കായി അബ്ദുറഹ്മാൻ സാഹിബ്. ബഷീറിൻ്റെ മാതാവിൻ്റെ പേരെന്ത്? ഉത്തരം കുഞ്ഞാത്തുമ്മ. ബഷീർ ജനിച്ച വർഷം ഏതാണ്? 1908. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. സാഹിത്യരംഗത്ത് വിമർശനങ്ങളുണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം നേരും നുണയും. ബഷീറിന് പത്മശ്രീ അവാർഡ് ലഭിച്ചത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1982. ബഷീർ രചിച്ച നാടകം ഏതാണ്? ഉത്തരം കഥാബീജം. ബഷീർ തൻ്റെ ഏത് കൂട്ടുകാരനെ കുറിച്ചാണ് പുസ്തകം എഴുതിയത്? ഉത്തരം MP പോൾ. ബഷീറിൻ്റെ രചനകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? റൊണാൾഡ് E. ആഷർ. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം ബഷീർ തന്നെയാണ് അദ്ദേഹത്തെ സുൽത്താൻ എന്ന് വിളിച്ചത്. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ഏത് വർഷമാണ് വൈക്കം മുഹമ്മദ് ബഷീർ മരണപ്പെട്ടത്? ഉത്തരം 1994 ജൂലൈ 5. ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്ന ചോദ്യത്തിന് ബഷീറിൻ്റെ കഥാപാത്രം നൽകുന്ന ഉത്തരം എന്താണ്? ഉത്തരം ഇമ്മിണി ബല്യ 1. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിൻ്റെ കൃതി ഏത്? ഭൂമിയുടെ അവകാശികൾ. ബഷീറിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി പ്രൊഫസർ MN വിജയൻ എഴുതിയ കൃതി ഏതാണ്? ഉത്തരം മരുഭൂമികൾ പൂക്കുമ്പോൾ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? ഉത്തരം സോജ രാജകുമാരി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഏത് പേരിലാണ്? ഉത്തരം ടാറ്റ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത്? ഉത്തരം ഉജ്ജീവനം. ബഷീർ വിവാഹിതനായത് എന്നാണ്? 1958 ഡിസംബർ 18 വൈക്കം മുഹമ്മദ് ബഷീർ വിവാഹിതനായത്. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏതാണ്? ഉത്തരം തങ്കം. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ഉത്തരം പത്മശ്രീ. പത്മശ്രീ അവാർഡാണ് ബഷീറിന് ലഭിച്ച ഏറ്റവും ഉയർന്ന പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം ഫാബി ബഷീർ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ഉത്തരം ബാലാമണിയമ്മ. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി തുടങ്ങിയ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചിട്ടുകളിക്കാരൻ്റെ മകൾ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതനായ മൂക്ക്. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം യാ ഇലാഹി.
തൻ്റെ കുടുംബവീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ നോവൽ ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ നായികയായ ബഷീറിൻ്റെ സഹോദരി ആരാണ്? ഉത്തരം ഫാത്തിമ. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ബഷീറിൻ്റെ എടിയെ. വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന ബഷീറിൻ്റെ പദം ഏത് നോവലിൽ നിന്നാണ്? ഉത്തരം എൻ്റുപ്പാക്കൊരു ആനണ്ടായിരുന്നു. ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം കൊച്ചു മുഹമ്മദ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജിയെ കാണാൻ വേണ്ടി. ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഉത്തരം എ. വിൽസന്റ്. സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. മതിലുകൾ എന്ന സിനിമയിലെ നായകൻ ആരാണ്? ഉത്തരം മമ്മൂട്ടി. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. ബഷീറിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1959. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം തേന്മാവ്. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും കാണുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.